അടുക്കളയിൽ ഒരുപാട് സമയം നിൽക്കാതെ ഡപ്പനെ ഒരു മീൻപുളി തയ്യാറാക്കിയിട്ട് വരാം. 1/2 കിലോ മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ മൺചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുതിർത്തിയ 5 കുഞ്ഞു പീസ് കുടംപുളിയും വലുതാണെങ്കിൽ 1-2 മതിയാവുമേ. വലിയൊരു തക്കാളി നുറുക്കിയതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിക്കാവുന്നതാണ്. നല്ല തിളവന്നു കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ വറക്കിയിട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിലും ഇട്ട് സാവധാനം വേണം കറി വേവിച്ചിട്ടെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. ചീനിച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വലിയൊരു പിടി ചെറിയുള്ളി ചേർത്ത് ഇളക്കി മൂപ്പിക്കാവുന്നതാണ്. ഈ മീൻ പുളിക്കും മീൻ കറിക്കും അതുപോലെ തന്നെ മീൻ ഫ്രൈക്കും ഒക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അല്ലാതെ വെജിറ്റബിൾ ഓയിലൊക്കെ വെച്ച് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ മീൻ കറിയിലേക്ക് ചേർത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ മിന്നൽ മീൻ കറി റെഡി. ചക്ക കൂട്ടാനോ ചീനി ഉടച്ചതോ ഉണ്ടെങ്കിൽ വേറൊന്നും പറയാനില്ല. പൊളിയോ പൊളി. എല്ലാവരും ഇത്തരത്തിലൊന്ന് മീൻകറി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ല.